ഹായ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐദർ, നൈദർ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഫസ്റ്റ്, ഐദർ. യൂസ് ഐദർ വെൻ യു ഹാവ് ഓപ്ഷൻസ് ആൻഡ് വോണ്ട് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് വൺ ഓഫ് ദം ഈസ് അക്സെപ്റ്റബിൾ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ തരാണ്, അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പൊതുവെ ഐദർ യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ യൂസ് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് ടീ ഓർ കോഫി? നിങ്ങൾക്ക് ചായയാണോ അതോ കോഫിയാണോ ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ടീ ഓർ കോഫി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഉത്തരം ഏതായാലും കുഴപ്പമില്ല. ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐദർ ഈസ് ഫൈൻ. ഐദർ ഈസ് ഫൈൻ. വേറൊരു എക്സാമ്പിൾ, യു ക്യാൻ സിറ്റ് ഓൺ ഐദർ സൈഡ്. നിങ്ങൾക്ക് ഈ സൈഡിലോ ആ സൈഡിലോ ഇരിക്കാം. ഓക്കെ, ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. യു ക്യാൻ സിറ്റ് ഓൺ ഐദർ സൈഡ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐദർ ഓഫ് മൈ പാരൻസ് ക്യാൻ അറ്റൻഡ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ അച്ഛനോ അമ്മയ്ക്കോ പങ്കെടുക്കാം, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഇപ്പം രണ്ട് ഓപ്ഷനിൽ ഒരെണ്ണം ചൂസ് ചെയ്യണം എന്നുള്ള സന്ദർഭത്തിലാണ് ഐദർ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, നൈദർ. നൈദർ ഈസ് യൂസ്ഡ് വെൻ യു ടോക്ക് അബൌട്ട് ടു തിങ്സ് ആൻഡ് നൺ ആർ ഓക്കെ. ഇവിടെയും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ രണ്ട് ഓപ്ഷനും നമുക്ക് ഓക്കെ അല്ല എന്നുള്ള കണ്ടീഷനിലാണ് നൈദർ യൂസ് ചെയ്യുക. നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം, ഡു യു ലൈക്ക് ടീ ഓർ കോഫി? ഓക്കെ, ചായയോ കോഫിയോ ആണോ നിനക്കിഷ്ടം? ഓക്കെ, ഇപ്പം നമുക്ക് രണ്ടും വേണ്ട എന്നാണെങ്കിൽ എന്താ പറയുക? നൈദർ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, നൈദർ ഓഫ് ദ റോഡ്സ് ഈസ് സേഫ്. രണ്ട് റോഡുകളും സേഫ് അല്ല. വേറൊരു എക്സാമ്പിൾ, ഷീ ലൈക്സ് നൈദർ കാറ്റ്സ് ഓർ ഡോഗ്സ്. അവൾക്ക് പൂച്ചകളെയും പട്ടികളെയും ഇഷ്ടമല്ല, രണ്ട് വിഭാഗത്തിനെയും ഇഷ്ടമല്ല. ഓക്കെ, അപ്പം ഐദർ യൂസ് ചെയ്യുക. രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുമ്പോഴും നൈദർ യൂസ് ചെയ്യുക. നമുക്ക് ആ രണ്ട് ഓപ്ഷൻസും വേണ്ട എന്നുള്ള കണ്ടീഷൻസിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.